ദേശീയപാതയിൽ പത്തടിപ്പാലത്ത് വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ഒഴിവായത് വലിയൊരു അപകടം. ആലുവയിൽ നിന്നും തോപ്പുംപടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ദേശീയപാതയിൽ പത്തടിപ്പാലം മെട്രോ പില്ലർ നമ്പർ 342 സമീപം ഇരുചക്രവാഹന യാത്രികനെ ഇടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ പെട്ടെന്ന് വെട്ടിച്ചപ്പോൾ ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്ന് യാത്രക്കാരി പറഞ്ഞു. വണ്ടി ആലുവയിൽ നിന്ന് വരുമായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു ബൈക്ക് ഇടയിൽ കൂടെ വന്നപ്പോൾ ആൾക്ക് ഒരു സ്പേസ് കൊടുക്കാൻ വേണ്ടി വെട്ടിച്ചതാണ്. സൈഡ് കൊടുക്കാൻ വേണ്ടി വെട്ടിച്ചതാണ്. അപ്പോൾ വെട്ടിച്ചപ്പോൾ ഇങ്ങോട്ട് കയറി വന്നു വണ്ടി. തെറ്റി ഇങ്ങോട്ട് വന്നു. തെറ്റി വന്നിട്ട് പിന്നെ 2-3 സ്ഥലത്തും ചെറുതായിട്ട് ഇടിച്ചു. ഉള്ളിലുള്ളവരൊക്കെ ചെറുതായിട്ടൊന്ന് വീണു. യാത്രക്കാരുണ്ട്. ബസ്സിൽ എത്ര പേരുണ്ടായി? ഒരു 20 ഒക്കെ. എത്ര പേർക്ക് പരിക്കുണ്ടാവും? ബസ്സിലുള്ളവർക്കൊന്നും പരിക്കുണ്ടായിട്ടില്ല. ഏറ്റവും ഫ്രണ്ടിലുള്ള ഞാനും 1-2 ചേച്ചിമാരുള്ളൂ. അവർക്കൊന്നും വീണതേ ഉള്ളൂ, പരിക്കൊന്നുമില്ല. ഉള്ളിൽ ബസ്സിനുള്ളിൽ അവർക്ക് പരിക്കില്ല. പിന്നെ പുറത്ത് വലുതായിട്ട് അറിയത്തില്ല. സൈഡ് കൊടുക്കുകയാണ് ബസ്. അല്ല, അതിന് മുമ്പ് ബസ്സിലുള്ള ബസ് ഡ്രൈവർ വീണു, ഉള്ളിലോട്ട് വീണു. അങ്ങനെയാണ് ബസ് കൺട്രോൾ തെറ്റി പോയത്. ആള് വീണു കഴിഞ്ഞപ്പോൾ ബസ്സിനെ ആരും കൺട്രോൾ ചെയ്തു. അപ്പൊ അങ്ങനെ അമിത വേഗതയിലല്ലോ അല്ലെങ്കിൽ വലിയ കുറച്ച് സ്പീഡ് ഉണ്ടായിരുന്നു. അധികം സ്പീഡായിട്ടൊന്നും അല്ല വന്നത്. വീടിലേക്ക് കയറിയപ്പോഴാണ് ബൈക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ബസ് രക്ഷപ്പെടുത്തിയാണ് രക്ഷപ്പെട്ടതാണ്. അപ്പോൾ ബസ് ഡ്രൈവർ താഴെ നിയന്ത്രണം വിട്ടു. നിങ്ങൾ ഓപ്പോസിറ്റ് കടന്നു. ബസ് ഇങ്ങനെ ക്രോസ് ആയിട്ട് കിടക്കാറുണ്ട്. ഓട്ടോ ചെയ്യാൻ മുമ്പിൽ ബസ് ക്രോസ് ആയിട്ട് കിടക്കാറുണ്ട്. നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് മീഡിയൻ ചാടി എതിർദിശയിലേക്ക് കടന്ന സമീപത്ത് നിർത്തിയിട്ടിരുന്ന എയ്സ് വാഹനത്തിലും മെട്രോ പോസ്റ്റിലും ഇടിച്ച് നിൽക്കുകയായിരുന്നു. ഇതിനിടയിൽ ബസ് ഡ്രൈവർ സീറ്റിൽ നിന്നും താഴേക്ക് വീഴുകയും ചെയ്തുവെന്നും യാത്രക്കാരി പറഞ്ഞു. ബസ്സിന് പിന്നിൽ എറണാകുളം ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാറും ഇടിച്ചു. കാറിലുണ്ടായിരുന്ന 2 പേർക്കാണ് നിസ്സാര പരിക്കേറ്റത്. തുടർന്ന് ഈ ഭാഗത്ത് ഗതാഗതക്കുരുക്കും രൂപപ്പെട്ടു. ഉടൻ പോലീസും നാട്ടുകാരും ചേർന്ന് വാഹനങ്ങൾ മാറ്റുകയും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുകയും ചെയ്തു. ഏത് ബസ്സിലെ ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.